إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ ആരാണ് ആഫിയത്തുള്ള ദീർഘായുസ് കൊതിക്കാത്തവരായുള്ളത്? നമ്മളിൽ ആരാണ് നമ്മുടെ റിസ്ഖിൽ, ദുനിയാവിന്റെ വിഭവങ്ങളിൽ വിശാലത ലഭിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. റിസ്ഖിൽ വിശാലത നേടുവാൻ, ദീർഘായുസ് ലഭിക്കുവാൻ അവിടുന്ന് പറഞ്ഞു തന്ന വഴി നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറയുകയാണ്, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. തന്റെ ആയുസ്സിൽ വർധനവ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, റിസ്ഖിൽ വിശാലത ലഭിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ, അവർ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ, കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം വളരെയധികം ശ്രേഷ്ഠത കൽപ്പിച്ച, ഒരുപാട് പ്രതിഫലം ലഭിക്കപ്പെടുന്ന മഹത്തായ മഹനീയമായ ഇസ്ലാമിന്റെ സവിശേഷതയാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബബന്ധം ചേർക്കുമ്പോൾ തന്നോട് ബന്ധമുള്ള ആളുകൾ അവരോട് അതുപോലെ തിരിച്ചും ബന്ധം ചേർക്കുന്നു. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ, നമ്മളോട് ഇങ്ങോട്ട് നമ്മളുടെ ബന്ധം മുറിച്ച, നമ്മളോട് ബന്ധം വിച്ഛേദനം നടത്തിയ ആളുകൾ, അവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബബന്ധം ചേർക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം ചെയ്യുന്നവൻ അവനല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. തന്നോട് ബന്ധമുള്ള ആളുകൾ അവരോട് ബന്ധം ചേർക്കുന്നു, താൻ സന്ദർശിക്കുന്ന ആളുകൾ, തന്നെ സന്ദർശിക്കുന്ന ആളുകൾ അവരെ തിരിച്ചും സന്ദർശിക്കുന്നു, അവരല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾ. വലാകിന്നൽ വാസിൽ അല്ലദീ യസിലു റഹിമഹു ഇദാ ഖതഅഹ. യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്നാൽ തന്നോട് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ച ആളുകൾ അവരോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുന്നവർ, അവരാണ് കുടുംബബന്ധം ചേർക്കുന്നവർ, യഥാർത്ഥത്തിലുള്ള കുടുംബബന്ധം ചേർക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഈദിന്റെ ദിവസം
ഇതിനു പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. നമ്മളുടെ സന്തോഷം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അറ്റുപോയ വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങൾ അത് പുതുക്കിയെടുക്കുക, അത് വീണ്ടെടുക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിന് മഹത്തായ പ്രതിഫലമുണ്ട് എങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതിന് ശക്തമായ ആക്ഷേപവും ശിക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം അത് മുറിച്ച ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ചേർക്കേണ്ട ബന്ധം അത് രക്തബന്ധങ്ങളാണ്. ഏറ്റവും ഊഷ്മളമാക്കേണ്ട ബന്ധങ്ങൾ അത് മാതാപിതാക്കളോടുള്ള ബന്ധമാണ്. സ്വന്തം ചോരയിലുള്ള സഹോദരങ്ങൾ അവരോടുള്ള ബന്ധമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണണം. മാതാപിതാക്കളോടുള്ള ബന്ധം ചേർക്കൽ, അവരോട് നല്ല നിലയിൽ വർത്തിക്കൽ ഈ പെരുന്നാളിന്റെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ പോലും അകന്നു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. പരസ്പരം അവർ കൊണ്ടുമുട്ടുന്നു, എന്നാൽ അവർ മുണ്ടുന്നില്ല, സലാം പറയുന്നില്ല, ചിരിക്കുന്നില്ല. ഇത് 3 ദിവസത്തിനും അപ്പുറം പോകൽ നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖൈറുഹും അല്ലദി യബ്ദഉ ബിസ്സലാം, തെറ്റി നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും ഖൈറായ ആളുകൾ എന്നാൽ അങ്ങോട്ട് പോയി സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവരാണ്. ആരുടെ ഭാഗത്താണ് ന്യായം അന്യായം എന്ന് നോക്കേണ്ടതില്ല. വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് പോയി നിന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും അത് മനസ്സിൽ വെച്ച് മറന്ന് അള്ളാഹുവിന് വേണ്ടി അവനോട് പോയി സലാം പറഞ്ഞാൽ നീയാണ് ഖൈറായവൻ. ആ ശ്രേഷ്ഠത നേടിയെടുക്കുവാൻ സഹോദരങ്ങളെ ബന്ധങ്ങൾ ചേർക്കുക, സലാം വ്യാപിപ്പിക്കുക. സലാം പറയുക എന്നുള്ളത് മഹത്തായ ഇബാദത്താണ്. നമുക്കിടയിൽ സ്നേഹവും രഞ്ജിപ്പും ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളുമാവുകയില്ല. അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. സലാം പറയുക എന്നല്ല പറഞ്ഞത്, സലാം വ്യാപിപ്പിക്കുക. ധാരാളമായി നിങ്ങൾ സലാം പറയുക. എന്താണ് സഹോദരങ്ങളെ സലാമിലൂടെ സംഭവിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് പറയുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സുരക്ഷയുണ്ടാകട്ടെ, അള്ളാഹു സംരക്ഷകനായി നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഇത് മനസ്സറിഞ്ഞ് തന്റെ സഹോദരങ്ങളോട് പറഞ്ഞ് വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സ്നേഹം ഉടലെടുക്കും, അവിടെ പിണക്കങ്ങളില്ലാതെയാകും, അവിടെ രഞ്ജിപ്പുണ്ടാകും. സലാം വ്യാപിപ്പിക്കുക. അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക. മുസ്ലിമീങ്ങളാണെങ്കിൽ അവരോട് സലാം പറയുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ സലാമും പ്രാർത്ഥനയും പരസ്പരം നമ്മൾ അധികരിപ്പിക്കുക. സ്വഹാബികൾ അവർ പെരുന്നാളിന്റെ ദിവസത്തിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന കൊണ്ട് അവർ അഭിവാദ്യം ചെയ്യും, ആശംസകൾ അർപ്പിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ
ഇണക്കത്തിലാകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്കിടയിൽ പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. സ്വയം പോയി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. മറ്റു രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുള്ളതായി നമുക്കറിയുമെങ്കിൽ അവർക്കിടയിൽ ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ രഞ്ജിപ്പുണ്ടാക്കുവാൻ പരിശ്രമിക്കുക. ഇബാദത്താണ്, അത് ആരാധനയാണ്. അള്ളാഹുവിന്റെ അരികിൽ നിന്ന് പ്രതിഫലം ലഭിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും, നമ്മളിൽ ആർക്കെങ്കിലും, എല്ലാവർക്കും മിക്കവാറും ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇല്ലാതിരിക്കുകയില്ല. മനുഷ്യന്മാരാണ്. സ്വാഭാവികമായും എല്ലാവർക്കും ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകും. ആ പ്രയാസം പറഞ്ഞു തീർക്കുവാൻ, അത് രഞ്ജിപ്പിലാക്കുവാൻ, അത് രമ്യമായി പരിഹരിക്കുവാൻ ഈ അവസരം നമ്മൾ മുതലെടുക്കുക. വാശിയും അഹങ്കാരവും നമ്മൾ ഒടിയുക. എത്ര വരെ നമ്മൾ വാശി പിടിക്കും? എത്ര വരെ നമ്മൾ അഹങ്കരിക്കും? കൂടിപ്പോയാൽ ഹത്താ സുർതുമുൽ മഖാബിർ, മരിക്കുന്നത് വരെ ഈ വാശിയും അഹങ്കാരവും കൊണ്ടു നടക്കും. ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അവന്റെ സ്വസ്ഥത തുടങ്ങും. ഒന്ന് അവനോട് പോയി ഒന്ന് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ വാപ്പാനോട് പോയി സലാം പറഞ്ഞൊന്നൊരു ചിരിച്ചിരുന്നെങ്കിൽ, എൻ്റെ സഹോദരനോട് പോയി ഒന്ന് മനസ്സ് തുറഞ്ഞ് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് മരണം അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കാത്തവരെ ആരാണുള്ളത് സഹോദരങ്ങൾ? എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുക. പരസ്പരം സന്ദർശനങ്ങൾ നടത്തുക, പരസ്പരം ഹദിയകൾ കൈമാറുക. അത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അത് നമ്മുടെ ആഘോഷങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. അത് നമുക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ പെരുന്നാളിന്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ്, അത് സന്തോഷിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുന്ന, അവൻ ഹലാലാക്കിയ, അനുവാദം തന്നിട്ടുള്ള മേഖലകളിൽ നിന്നുകൊണ്ട് നമ്മൾ ആഘോഷിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ആഘോഷം അത് പോകാതിരിക്കുക. ഹറാമുകൾ, അതുള്ള കൂടിക്കലരലുകൾ, അതുപോലെ തന്നെയുള്ള ഹറാമിന്റെ ലാഞ്ചനകളുള്ള ഒരു ആഘോഷവും ഒരു പരിപാടിയും നമ്മളുടെ ഈ ഈദിനെ ബാധിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈദിന്റെ ദിവസമാണ് കുടുംബക്കാര് ഒത്തുകൂടും, സുഹൃത്തുക്കൾ തമ്മിൽ ഒത്തുകൂടും. അവിടെ അന്യ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഇടകലലുകൾ അതുണ്ടാകുവാൻ പാടില്ല. അന്യ സ്ത്രീയും പുരുഷനും പരസ്പരം സ്പർശിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുവാൻ പാടില്ല. കുടുംബ സന്ദർശനം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. പക്ഷേ കുടുംബങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അന്യ സ്ത്രീയായ ഒരുവളെ സ്പർശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹു നിസാ, ഞാൻ അന്യരായ സ്ത്രീകളോട് അവർക്ക് കൈ കൊടുക്കുകയില്ല, അവർക്ക് ഹസ്തദാനം നൽകുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ അന്യരായ ഒരു സ്ത്രീയുടെയും കൈകളിൽ സ്പർശിച്ചിട്ടില്ല ഇന്നേ വരെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ തൊടുന്നതിനേക്കാൾ അവന് നല്ലത് അവന്റെ തലയിൽ ഒരു ഇരുമ്പിന്റെ ആണി തറച്ച് കയറ്റുന്നതാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ് അന്യ സ്ത്രീകളെ സ്പർശിക്കുക, അവർക്ക് ഹസ്തദാനം കൊടുക്കുക എന്നുള്ളത്. ഇത്തരം ഹറാമുകൾ നമ്മുടെ ആഘോഷങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല.
അള്ളാഹുവിന് തൃപ്തിയുള്ള, അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിൽ നമ്മൾ ആഘോഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ثم أتبعه ستا من شوال كان كصيام الدهر. ആരെങ്കിലും റമദാൻ അത് പൂർത്തീകരിച്ച് നോമ്പെടുക്കുകയും അതിനെ തുടർന്ന് ശവ്വാലിൽ 6 ദിവസം കൂടി നോമ്പെടുക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി പ്രതിഫലം അവനുണ്ടായിരിക്കും. ഇത് നിസ്കാരത്തിന് ശേഷം, ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ അതുപോലെയാണ്. റമളാനിന്റെ നിർബന്ധമായ നോമ്പുകൾക്ക് ശേഷമുള്ള ഈ സുന്നത്തായ 6 ദിവസത്തെ നോമ്പ് എന്നുള്ളത്, ഫർളായ നോമ്പിലെ കുറവുകൾ, ന്യൂനതകൾ ഈ നോമ്പിനാൽ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഈ സുന്നത്ത് നോമ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരുവനെ സംബന്ധിച്ചിടത്തോളം ശവ്വാലിൽ ഏത് 6 ദിവസങ്ങളും അവന് തിരഞ്ഞെടുക്കാം, തുടർച്ചയായി എടുക്കണമെന്ന് നിർബന്ധമില്ല. ഒരാൾ ശവ്വാലിൽ ഏത് ദിവസത്തിലാണെങ്കിലും 6 ദിവസം ഏതെങ്കിലും 6 ദിവസത്തിൽ നോമ്പെടുത്താൽ അവൻ ഈ പ്രതിഫലം ലഭിക്കപ്പെടും. എന്നാൽ തുടർച്ചയായി എടുക്കലാണ് അഫ്ളലായിട്ടുള്ളത്. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം മനുഷ്യരാണ്, പല തിരക്കുകളും മടികളും വന്ന് അത് ഒഴിവായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റമളാൻ കഴിഞ്ഞ് നമ്മൾ നോമ്പെടുത്തു പരിശീലിച്ച അവസ്ഥയിലാണ്. ഇനി അങ്ങോട്ട് നോമ്പെടുക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തുടർച്ചയായി എടുക്കലാണ് നല്ലത്. എങ്കിലും തുടർച്ചയായി എടുത്തിട്ടില്ല എങ്കിലും ഈ പ്രതിഫലം ലഭിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി ആരാണ് ശവ്വാലിന്റെ 6 നോമ്പുകൾ നോക്കേണ്ടത്? റമളാനിലെ നോമ്പ് അത് പൂർണ്ണമായും എടുത്തവനാണ് ശവ്വാലിന്റെ 6 നോമ്പ് എടുക്കേണ്ടത്. റമളാനിൽ വല്ല നോമ്പുകളും ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് ഖളാ വീട്ടിയതിന് ശേഷമാണ് ശവ്വാലിന്റെ നോമ്പ് ആരംഭിക്കേണ്ടത്. ശവ്വാലിന്റെ നോമ്പിന്റെ നീയത്തും അതുപോലെ തന്നെ ഖളാ വീട്ടുന്ന നോമ്പിന്റെ നീയത്തും അത് രണ്ടും ഒരുമിച്ചെടുക്കുവാൻ പാടില്ല. രണ്ടും വേറെ വേറെ എടുക്കേണ്ടതാണ്. ആദ്യം ഖളാ വീട്ടാനുണ്ട് എങ്കിൽ അത് ഖളാ വീട്ടുക, അതിനുശേഷം 6 നോമ്പ് എടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകൾ പ്രാവർത്തികമാക്കുന്ന, അങ്ങനെ പ്രതിഫലം വാരിക്കൂട്ടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅ അദ്ദീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.